ഇന്ത്യൻ സ്റ്റുഡൻസിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ട് CMA USA ഒരു നല്ല കോഴ്സാണ് എന്നാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും CMA USA പല അഡ്വാൻറ്റേജസും ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് CMA USA ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കോഴ്സിൻ്റെ ഗ്ലോബൽ റെക്കഗ്നേഷൻ കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും CMA USA എന്നുള്ളത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ്, റെക്കഗ്നൈസ്ഡ് ആണ്, ഈവൻ ദോ ഇതിൻ്റെ ഒറിജിൻ എന്നുള്ളത് USA-ലാണ്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് IMA എന്നുള്ളത് USA-യിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ പോലും USA ബേസ്ഡ് കമ്പനീസ് എന്നുള്ളത് സ്പ്രെഡ് അക്രോസ് ദ ഗ്ലോബ് എന്ന കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. അതും തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ റെക്കഗ്നേഷന് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഷോർട്ടർ ഡ്യൂറേഷനാണ്. അതായത് നമുക്കറിയാം CA ACCA പോലുള്ള കോഴ്സുകൾക്ക് 2, 3, 4, 5 വർഷം സമയം എടുക്കുമ്പോൾ CMA USA എന്നുള്ളത് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് യു ആർ ഗിവിങ് പ്രോപ്പർ ഫോക്കസ് ആൻഡ് ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നൽകുന്നതെങ്കിൽ. തീർച്ചയായിട്ടും ഈ ഒരു CMA USA എന്നുള്ള എക്സാമിനേഷൻ എന്നുള്ളത് 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങും പെർഫോമൻസും അതോടൊപ്പം അനലിറ്റിക്സും പാർട്ട് 1-ൽ വരുമ്പോൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് പാർട്ട് 2-ലുള്ളത്. സോ ഒബ്വിയസ്ലി ഇത് നിങ്ങൾക്ക് 6 മുതൽ 12 മാസം വരെയുള്ള ഒരു ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയിലും അതോടൊപ്പം പുറത്ത് CMA USA ഹൈ ഡിമാൻഡ് തന്നെയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ CMA USA എന്നുള്ളത് വെറും USA ഗവൺമെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ USA രാജ്യത്ത് മാത്രമുള്ള കമ്പനികൾക്കല്ല, മറിച്ച് ബിഗ് ഫോർസ് എന്ന് പറയുമ്പോൾ ആ ബിഗ് 4-ൽ 4 അത് USA ബേസ്ഡ് MNCs തന്നെയാണ്. സോ ഇവരുടെ ഓപ്പറേഷൻസ് എന്നുള്ളത് സ്പ്രെഡ് അക്രോസ് ദ ഗ്ലോബാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ കൂടുതൽ സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നുകിൽ ബിഗ് 4 കമ്പനികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കമ്പനികൾ. സോ അവിടെയൊക്കെ CMA USA പഠിച്ച കൂട്ടുകാർക്ക് നല്ല രീതിയിൽ തന്നെ ജോബ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ബെറ്റർ സാലറി പ്രോസ്പെക്ട്സ് ആണ്. അതായത് നിങ്ങൾ CMA USA കഴിഞ്ഞ ഒരു BCom ഗ്രാജുവേറ്റ് ആണ്, അതല്ല നിങ്ങളൊരു CMA USA ഇല്ലാത്ത BCom ഗ്രാജുവേറ്റ് ആണ്. സോ ഈ 2 പേരുടെയും സാലറി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് CMA USA കംപ്ലീറ്റ് ചെയ്ത സക്സസ്ഫുള്ളി ബാഗ് ചെയ്ത BCom ഗ്രാജുവേറ്റ്സിനാണ് സാലറി കൂടുതൽ എന്നുള്ളതാണ്. സോ ഇവിടെ മനസ്സിലാക്കാനുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് പോലുള്ള ഹൈ വാല്യൂ കോഴ്സസും ആ രീതിയിലുള്ള സ്കില്ലും മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ CMA USA കഴിഞ്ഞ എക്സിക്യൂട്ടീവ്സിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒബ്വിയസ്ലി ഈ ഒരു കോഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. അതായത് CMA USA കണ്ടക്ട് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ടെസ്റ്റിംഗ് വിൻഡോസിൽ കൂടിയാണ്. എക്സാം എപ്പോൾ അപ്പിയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പല കൂട്ടുകാരും BCom അതോടൊപ്പം CMA USA പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ BCom പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് CMAക്കുള്ള അല്ലെങ്കിൽ CMA USA പ്രിപ്പറേഷൻ കൊടുക്കാൻ പറ്റാറില്ല. സോ ആ ഒരു സമയത്ത് അവർ ചെയ്യാറ് CMA USA ഒരു സെപ്പറേറ്റ് അപ്രോച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് BCom കഴിഞ്ഞതിന് ശേഷം CMA USA ആവശ്യമായ പ്രിപ്പറേഷൻ കഴിഞ്ഞ് അതിലേക്കുള്ള എക്സാമിനേഷൻ കൊടുക്കുന്ന രീതിയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു തരുന്നത് ഒബ്വിയസ്ലി CMA USA എന്ന കോഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ആ ഒരു എക്സാമിനേഷൻ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. ഇനി ആറാമത്തത് ഫോക്കസ് ഓൺ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. തീർച്ചയായിട്ടും ഏതൊരു കമ്പനിക്കും ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ഫിനാൻസ്, കോസ്റ്റ് കൺട്രോൾ, റിസ്ക് മാനേജ്മെൻറ്റ് അതോടൊപ്പം ബിസിനസ് ഡിസിഷൻ മേക്കിങ്സിനൊക്കെ വളരെ ചുറുചുറുപ്പുള്ള എക്സിക്യൂട്ടീവ്സിനെയാണ് ആവശ്യം. നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ തന്നെയാണ്. സോ CMA USA പഠിച്ച സ്റ്റുഡൻസ്, ആ രീതിയിലുള്ള ജോബ് ആസ്പിരൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആവശ്യത്തിലധികം നോളജ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് എല്ലാവരുടെയും കാര്യമല്ല. ആ രീതിയിലുള്ള സ്കിൽ നേടി ഫോക്കസോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗെറ്റ് ദാറ്റ് അഡ്വാൻറ്റേജസ് ഓൾസോ. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക. ഏഴാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒബ്വിയസ്ലി ആർട്ടിക്കിൾഷിപ്പ് എന്ന കാര്യം CMA USA ഇല്ല എന്നുള്ളതാണ്.
നമുക്ക് CMA USA മറ്റേറ്റം നോക്കുകയാണെങ്കിൽ അത് CA ACCA പോലുള്ള കോഴ്സുകളാണ്. അവിടെയൊക്കെ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ CA കംപ്ലീറ്റ് ആവുകയുള്ളൂ, ACCA UK ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സാമിനേഷൻ മാത്രം എഴുതിക്കൊണ്ട്. പക്ഷേ CMA USA എന്നുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം 2 വർഷത്തെ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് പിന്നീട് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന ഒരു ക്ലോസ് കൂടി ഉണ്ട് എന്ന കാര്യമാണ് നിങ്ങളെ സഹായിക്കുന്നത്. സോ ഈ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് CMA USAക്ക് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതല്ലാതെ യു ഹാവ് ടു ഗീവ് ആ ഒരു ഫൈനൽ എക്സാമിനേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ACCയുടെ കാര്യത്തിലും വിഭിന്നമല്ല. സോ ആ ഒരു ലിമിറ്റേഷൻ ഇവിടെ ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 8ാമത്തെയും അവസാനത്തെയും അഡ്വാൻറ്റേജ് ഈ എപ്പിസോഡിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി ഈ ഒരു കോഴ്സിൻ്റെ അപ്ലിക്കേഷനാണ് ഡൈവേഴ്സ് ഇൻഡസ്ട്രീസിൽ, അതായത് ഡിഫറെൻ്റ് ഇൻഡസ്ട്രീസിലും കരിയർ മേഖലകളിലും ജോലി മേഖലകളിലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ പറ്റും എന്നുള്ള കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ഫിനാൻസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ബിസിനസ് സ്ട്രാറ്റജി, കോസ്റ്റ് മാനേജ്മെൻറ്റ് പോലുള്ള കരിയർ റോളുകളാണ് ആഗ്രഹമെങ്കിൽ CMA USA എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് അതിന് ആവശ്യമായ സ്കിൽസ് നൽകുന്നു എന്നതാണ് സത്യം. ഈവൻ CFO ആയിട്ട്, അതായത് ഒരു കമ്പനിയുടെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് പൊസിഷനാണ്, ആ പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയും നിങ്ങൾക്ക് CMA USAയിൽ കൂടി നേടാൻ പറ്റും ആഫ്റ്റർ ഗെറ്റിംഗ് ഇനഫ് വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് CMA USA എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് പല അഡ്വാൻറ്റേജസും ഉണ്ട്. തീർച്ചയായിട്ടും CMA USAയുടെ ചില പ്രശ്നങ്ങളുമുണ്ട്. അത് വേറൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാർഡായോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ CMA USA ഒരു ഭാഗത്തും CA ACCA CFA പോലുള്ള കോഴ്സ് വേറെ ഭാഗത്തും വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ 8 അഡ്വാൻറ്റേജസ് ഒബ്വിയസ്ലി യു ക്യാൻ കൺസിഡർ. ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആവശ്യമായ അഡ്വാൻറ്റേജസ് എസ്പെഷ്യലി ഹൈലൈറ്റിംഗ് CMA USA എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, ചോദ്യങ്ങളുണ്ട് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാം. അതോടൊപ്പം CMA USA പഠിക്കാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് എന്ന ചോദ്യത്തിനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടി മനസ്സിലാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.